അവർ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുന്നണി അവർ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവരുടെ 2025 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി, വൻ പരാജയം ത്തോടുകൂടി അവർക്ക് മനസ്സിലായി ഇവിടെ മുസ്ലിം പ്രീണനമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമോ മാത്രം നടത്തിയാൽ പഴയ കാലമല്ല, ഹിന്ദുക്കൾ നമ്മളോടൊപ്പം നിൽക്കില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നായർ ഈഴവർ കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്തോ അല്ലെങ്കിൽ കോൺഗ്രസിനും BJPക്കുമായിട്ട് അവരുടെ വോട്ടുകൾ പകുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കുന്നതിനാണ് അവരുടെ ശ്രമം തുടങ്ങിയത്. ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് അവരുടെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ, ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തപ്പോൾ 14 സീറ്റിൽ 9 സീറ്റും പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് കൊടുത്തത്, ഈഴവർക്കാണ് കൊടുത്തത്. 3 സീറ്റ് പിന്നെ മുസ്ലിങ്ങൾക്കാണ് കൊടുത്തത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 2 സീറ്റ് ക്രിസ്ത്യാനികൾക്കാണ് കൊടുത്തത്. അങ്ങനെ 14 സീറ്റും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കുക എന്നൊരു തന്ത്രമാണെന്ന് എടുത്തത്. അതിൽ ഭൂരിഭാഗവും പിന്നോക്ക വിഭാഗങ്ങളിലെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഈഴവർക്ക് മാറ്റിവെക്കാനായിട്ട് പിണറായി വിജയൻ ശ്രദ്ധിച്ചു എന്നുള്ളത് അദ്ദേഹം നേരത്തെ കൂട്ടി തന്നെ ഇതിന് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ നമ്മളടക്കം പറഞ്ഞത് അയ്യപ്പ സംഗമം പന്തളത്ത് ഭക്തിയുടെയും അതേസമയം പമ്പയിൽ വിഭക്തിയുടേതുമായതോടുകൂടി അത് ചിറ്റിപ്പോയെന്നാണ്. അത് ഭക്തന്മാരുടെ മുമ്പിൽ അത് ചിറ്റിപ്പോയെങ്കിലും അവിടെ ഒരു ഗ്യാപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഒരു പൂഴിക്കടകൻ വേല പിണറായി വിജയന് കാണിക്കാൻ കഴിഞ്ഞു, രാഷ്ട്രീയ പൂഴിക്കടകൻ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത.